ഇനി പിസ്സ ഉണ്ടാക്കാൻ പാടാണെന്നും പറഞ്ഞ് ആരും പിസ്സ ഉണ്ടാക്കാതിരിക്കണ്ട കേട്ടോ. കാരണം ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇപ്പോൾ എയർ ഫ്രയറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് തന്നെ നമുക്ക് തവയിൽ വെച്ചിട്ടും ഉണ്ടാക്കാം. അപ്പോൾ ബ്രെഡ് പിസ്സ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ ഇത് 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ചീസിൻ്റെ ഷീറ്റ് കിട്ടില്ലേ, അതാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെ മുകളിലും ഓരോ ഷീറ്റ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ഒറിഗാനോയും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് അനിയൻ സ്ലൈസ് ചെയ്തത്, ടൊമാറ്റോ സ്ലൈസ് ചെയ്തത്, പിന്നെ ക്യാപ്സിക്കം, പിന്നെ കുറച്ച് ഒലിവ്സ് ഉണ്ടല്ലോ, അതും ഞാൻ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സാധാരണ പിസ്സ പോലെ അല്ലെങ്കിലും ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ കുട്ടികൾ പിസ്സ ഉണ്ടാക്കി തരാൻ പറയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രെഡ് ഉണ്ടെങ്കിൽ ഇതുവരെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അവർക്കും ഇഷ്ടപ്പെടും. എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എയർ ഫ്രയറിനകത്തോട്ട് വെച്ച് കൊടുക്കാം. അതിന് ഞാൻ എയർ ഫ്രയർ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഒരു 2 മിനിറ്റ് 200 ഡിഗ്രിയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പ്രീഹീറ്റ് ആയി കഴിഞ്ഞപ്പോൾ അത് ആഡ് ഫുഡ് എന്നും പറഞ്ഞ് കാണിക്കും. അപ്പോൾ ഞാനിതാ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് കേട്ടോ ഞാനിത് ഈ ബ്രെഡ് പീസസ് എല്ലാം വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിത് അടച്ചിട്ട് ഞാൻ ആദ്യം പോസ് ചെയ്ത് വെക്കുമായിരുന്നല്ലോ, ഇനി അതൊന്ന് സ്റ്റാർട്ട് ബട്ടൺ ഞെക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അത് കണ്ടിന്യൂ ആയിക്കോളും. അപ്പോൾ അത് ഞാൻ 170 ഡിഗ്രിയിലോട്ട് ആക്കിയിട്ടുണ്ട്. 200 ഡിഗ്രിയിൽ നിന്ന് 170 ഡിഗ്രിയിലോട്ട് ആക്കിയിട്ടുണ്ട്. കാരണം ഇല്ലെങ്കിൽ 200 ഡിഗ്രിയിൽ നമ്മളത് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോവും. അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ടെമ്പറേച്ചർ കുറച്ചായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ 2 മിനിറ്റ് മതി കേട്ടോ. 2 മിനിറ്റ് കൊണ്ട് ഇതാ നമ്മുടെ ബ്രെഡ് പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.